ഹേയ് ഗായ്സ്, സ്റ്റുഡിയോയിൽ ഓഫർ സെയിലാണല്ലോ. അപ്പം എങ്ങനെയാ, നമുക്ക് വിട്ടാലോ? അങ്ങനെ ഈ നട്ടപ്പൊരി വെയിലത്ത് ഞാൻ വല്ല പട്ടാമ്പി ഔട്ട്ലെറ്റിക്കാട്ടോ ചെന്നപ്പോൾ തന്നെ ഇതാ കണ്ടിരിക്കുന്നത് നോർമൽ പ്രൈസിലുള്ള സാധനങ്ങളാണ്. പിന്നെ ഈ ഹാങ്ങിങ് ചെയ്തിരിക്കുന്ന ഒക്കെ നോർമൽ പ്രൈസിലുള്ളതാണ്. ഇതൊന്നും ഓഫർ ഇല്ല. ഒക്കെ സിമ്പിൾ ടൈപ്പ് ഓഫ് കുർത്താസ് ആണ്. ഫ്രണ്ടിൽ ബട്ടൺസ് ഒക്കെ വരുന്നതാണ്. വലിയ കാര്യത്തിലുള്ള കളക്ഷൻ ഒന്നും കണ്ടില്ല ഞാൻ അവിടെ ചെന്നപ്പോൾ. പിന്നെ ഇതാ ഞാൻ എന്തൊക്കെയോ പട്ടിഷോ അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ഞാൻ ഡ്രസ്സ് എടുത്തില്ല, കാരണം സ്ഥിരം കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനങ്ങളാണ്. എൻ്റെ ഉണ്ട് അങ്ങനത്തെ. പിന്നെ എടുത്തില്ല അതും. പിന്നെ ഈ 299 സാധനങ്ങളൊക്കെ ക്രോപ്പ് ടോപ്സ് ആണ്. ഇതൊക്കെ ഓഫറിൽ കൊടുക്കണതാണ്. ഇത് ദീപാവലി ടൈമിൽ ഞാൻ ചെന്നപ്പോൾ കണ്ട സാധനങ്ങളാണ്. ഇതൊക്കെ ഇപ്പോൾ ഓഫറിലാണ് എടുക്കുന്നത്. ഇതൊന്നും നമുക്ക് വാങ്ങിയിട്ട് യൂസ് ഇല്ലല്ലോ, വല്ല ഫംഗ്ഷൻ വെയർ അല്ലേ, അതുകൊണ്ട് ഞാൻ എടുത്തില്ല അതൊന്നും. പിന്നെ വലിയ കാര്യത്തിലുള്ള ഓഫേഴ്സും വലിയ കളക്ഷനും ഒന്നുമില്ല കേട്ടോ അവിടെ തന്നത്. പിന്നെ ഈ കാണുന്ന 299 ടോപ്സ് ആണ്. പിന്നെ 199 ടോപ്സ് ഉണ്ട്. ഇതൊന്നും വലിയ കളക്ഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ കുറച്ച് സാധനങ്ങളാണ് ഉണ്ടായിരുന്നുള്ളൂ. അത് വലിയ നല്ല കളേഴ്സും ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇതൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഈ കാണുന്ന ടോപ്സിനൊക്കെ ഈ ഗ്രീനൊക്കെ എന്നും ഇറക്കിയ സാധനമാണ്. ഇതൊക്കെ അവർക്ക് വേണമെങ്കിൽ ഓഫറിൽ കൊടുക്കായിരുന്നു, പക്ഷെ ഇതൊക്കെ നോർമൽ പ്രൈസിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന പ്രിന്റഡ് ടീഷർട്ട്സ് സ്ഥിരമുള്ളതല്ലേ, 299 സാധനങ്ങളാണ്. പിന്നെ ഈ ജീൻസിന് ഒന്നും ഒരു ഓഫറില്ല, എല്ലാം നോർമൽ പ്രൈസിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ നോർമൽ പ്രൈസിലുള്ള സാധനങ്ങൾ നോക്കുകയാണെന്ന് വെച്ചാൽ അതൊക്കെ ഒരു തരം വിന്റർ ടൈപ്സ് സാധനങ്ങളാണ് കൂടുതൽ വന്നിരിക്കുന്നത്. ലൈറ്റ് കളേഴ്സും ഒക്കെയാണ്. ഇപ്പൊ വിന്റർ സീസണൊക്കെ ഏകദേശം കഴിഞ്ഞുല്ലോ, പിന്നെ അത് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അതിലും വലിയ കളക്ഷൻ ഒന്നും കണ്ടില്ല. അങ്ങനെ ഞാൻ ജസ്റ്റ് ഇതൊക്കെ എന്താണെന്ന് പോയി നോക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന ഷൂസ്, ഈ 4 ഷൂസും ഓഫറിലുള്ളതാണ്. 499 സാധനങ്ങളാണ്. ഇതിലൊന്നും ആകെ ചളി പിടിച്ചിരിക്കുക. നമ്മൾ ഇന്ന് പോലും സ്റ്റുഡിയോയിൽ കാണുന്ന ഷൂസ് തന്നെ ഉള്ളൂ. പിന്നെ ഈ ഷൂസ് 899 ആണ്. ഇതൊന്നും ഓഫർ ഇല്ല, കുഴപ്പമില്ല, ചളി ഇല്ലാന്ന് മാത്രം. പിന്നെ ഈ കാണുന്ന ചെരുപ്പൊക്കെ 299 സാധനങ്ങളാണ്. വലിയ കാര്യത്തിലുള്ള ഒരു കളക്ഷൻ ഒന്നും കാഴ്ചയില്ല. സാധാരണ നമ്മൾ ഓഫറിന് പോകുന്ന സമയത്ത്, ഓഫർ ഇല്ലാത്ത സമയത്തൊക്കെ സാധാരണ നല്ല കളക്ഷൻ അത്യാവശ്യം ഉണ്ടാവാറുണ്ട്. ഇതിലൊന്നും എന്താ പറയുക, എനിക്ക് വലിയ കാര്യത്തിൽ ഇതായില്ല. ഒക്കെ പഴയ സാധനങ്ങൾ എല്ലാം ആൾക്കാർ എടുത്തുകൊണ്ട് പോയോണ്ടോന്ന് അറിയില്ല. പിന്നെ ഈ കാണുന്ന കുർത്താസ് ഒക്കെ 299 ഉണ്ട്, 399 ഉണ്ട്. ഞാൻ ചെന്നപ്പോൾ അവരൊക്കെ ഒതുക്കി വെക്കുകയായിരുന്നു. അപ്പോൾ എല്ലാം മിക്സ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. കാരണം 299 സാധനങ്ങളൊക്കെ 399 അവിടെയും അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിലേക്ക് ഈ ഗോൾഡൻ കളർ കുർത്ത ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇതിൽ കാണുന്ന പോലെ അല്ല, ഒരു ലൈറ്റ് കളർ ഷെയ്ഡായിരുന്നു. അത് ഞാനൊരു ഡെനിം ട്രൗസർ പാൻസിലേക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടി വെയർ ചെയ്തതാണ്. പിന്നെ ഞാൻ അതൊരു വൈറ്റ് പാൻസിലേക്ക് നോക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ എനിക്ക് പെയർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സാധനം അറിഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ സ്റ്റുഡിയോയിൽ പോയിട്ട് ഇത്രയും കാമായിട്ട് ഞാൻ ട്രയൽ ചെയ്യാൻ പോകുന്നത്. അത്രയും ആളുണ്ടായിരുന്നില്ല. അവർ തുറന്ന സമയത്ത് തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ക്രോപ്പ് ടോപ്പ് ഞാൻ ജസ്റ്റ് അതിലേക്കൊന്ന് ഇട്ട് നോക്കി. എനിക്ക് പാൻസ് ഇഷ്ടപ്പെട്ടില്ല, കാരണം വല്ല കയറ് കെട്ടിയ പോലെ ആയിരുന്നു ചാക്കിൽ. അങ്ങനെ ഞാൻ അതൊന്നും എടുത്തില്ല, ജസ്റ്റ് നോക്കി എങ്ങനെ ഉണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സ്ട്രഗ് കണ്ടോ, ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഫ്രീ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. വല്ല വവ്വാലിൻ്റെ ചിറക് പോലൊക്കെ ഇല്ലേ, അത് തൂങ്ങി കിടക്കുന്ന സാധനങ്ങൾക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ആ ടോപ്പിലേക്ക് തന്നെ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയത് എങ്ങനെ ഉണ്ടെന്ന്. അത് ടാൻ ടോപ്പിലേക്ക് ഇടുകയാണെന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. നല്ല രസമുള്ള സാധനമാണ്. ഞാൻ അതൊന്നും എടുത്തില്ല എന്നുള്ളതാണ് പ്രത്യേകത. കാരണം ഞാൻ ജസ്റ്റ് നോക്കി, ഒന്നും ഞാൻ ഉദ്ദേശിച്ചത് ഇതൊന്നും ആയിരുന്നില്ല, ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കിയതാ. അപ്പോൾ വലിയ കാര്യത്തിലുള്ള സെലക്ഷൻ ഒന്നും ഞങ്ങളുടെ അവിടുത്തെ ഇല്ല കേട്ടോ. ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അവിടുത്തെ സ്റ്റുഡിയോയിൽ ഒന്ന് വിസിറ്റ് ചെയ്യൂ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ.